ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു മിഠായി പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാണുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ഒരു മിഠായി പോലെ തോന്നുമെങ്കിലും പെർഫെക്റ്റ് ആ ടേസ്റ്റ് അല്ല, പക്ഷേ വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടാണ്. പിന്നെ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് ആളുകൾക്കൊക്കെ ഞാൻ കമൻസിലും കമ്മ്യൂണിറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തിരക്കിൽ വിട്ടുപോയതുകൊണ്ടാണ്. ഇവിടെ ഫ്ലാറ്റ് ഒന്ന് മാറുന്നത്, അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്നും കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ, കൂടുതൽ വേണ്ട. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കൈ ഉപയോഗിച്ചൊക്കെ നന്നായിട്ട് തിരുമ്മി എടുക്കൂലേ, അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇനി പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കുറേ വെള്ളമൊന്നും വേണ്ടി വരില്ല, അരക്കപ്പിലൊക്കെ കുറച്ച് താഴെ മതിയാകും. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൂരിക്കോ കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു രീതിയിൽ കുറച്ച് ഒഴിച്ചിട്ടതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മളിങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ ബോൾ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലങ്ങ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് വലുതുമല്ല, വളരെ കനം കുറച്ചിട്ടുമല്ല, ഈ ഒരു സൈസ് ഓക്കെ ആയിരിക്കും. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ വലുതാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഒരു ബാച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ആദ്യം ഒന്ന് ആക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയ്ക്ക് കൂടുതൽ ചൂട് വേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കാരണം ചൂട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. കാരണം ഒരു മൈദ തന്നെയാണല്ലോ, അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിരുന്നിട്ട് കുറച്ച് കൂടുതൽ സമയം ഇരുന്നിട്ട് നല്ലോണം ഫ്രൈ ആയി കിട്ടണം. പുറം ഭാഗം ആകുമ്പോഴേക്കും ഉള്ളും നല്ല അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണേ. ഉൾഭാഗം സോഫ്റ്റായി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യമൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വേണ്ട കേട്ടോ, കാരണം നമുക്ക് നല്ലൊരു കാരമൽ ആക്കിയിട്ടുള്ളൊരു കളറിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്നങ്ങ് കട്ടിയായി വന്നോട്ടെ. ഒരു കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് ഇതിലിങ്ങനെ നല്ല ചൂടുണ്ടാവട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിലൊരു ഇത്തിരി വെള്ളം തടവണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഒരു നൂൽ പരുവം, ആ ഒരു പരുവാവുന്ന സമയത്ത് തീ നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് കാരമൽ കളറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈ ഒരു രീതിയിലായാൽ മതി. ഈ സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി വരുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാര സിറപ്പ് മുഴുവനായിട്ട് മുഴുവൻ അങ്ങ് പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം അങ്ങ് പിടിച്ച് വരട്ടെ. അപ്പോൾ അങ്ങനെ കട്ട കെട്ടുന്ന പോലെ തോന്നും കേട്ടോ, പഞ്ചസാര ഇങ്ങനെ പൊടിയായി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വെള്ള കളറിൽ മതി പഞ്ചസാര. ഈ ഒരു ടേസ്റ്റിലാണ്, കാരമൽ ടേസ്റ്റ് ഇഷ്ടമല്ല, ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നിരത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയും കഴിക്കുക ചൂടാറിയതിന് ശേഷം. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും, ഇതിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്നങ്ങ് കുറച്ചങ്ങ് കളർ മാറി കാരമൽ കളറിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുകാൻ തുടങ്ങും. ആ പഞ്ചസാര തന്നെ ഉരുകി ഇതിലേക്ക് കാരമലായിട്ട് പിടിക്കുമ്പോഴാണ് വേറൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കാരമലിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ പെട്ടെന്ന് ഇതുപോലെ കളർ മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇളക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുഴുവൻ കളറും അങ്ങ് മാറി കിട്ടിക്കോളൂ. ഈ ഒരു രീതിയിൽ കളർ വന്നാൽ മതി. ഇനിയും കൂടുതൽ കരിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റ് കോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചൂടോട് കൂടി തന്നെ കുറച്ചൊരു വലിയ പാത്രം ആദ്യം എടുത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് തട്ടി കൊടുക്കണം. കാരണം ഒന്നിൽ മാക്സിമം ഒട്ടാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് തണുത്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ കറക്റ്റ് ശരിക്കും ചൂടാറുന്ന സമയത്താണ് ഉൾഭാഗത്തും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മാവുണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഉടനെ ചിലപ്പോൾ ഉള്ളിൽ ഇത്തിരി സോഫ്റ്റൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഇപ്പോൾ പൊട്ടിച്ച് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് നല്ല ഉള്ളിൽ അത്യാവശ്യം നല്ല ക്രിസ്പി ഉണ്ട്, പുറത്ത് നല്ല ഒരു കാരമലിൻ്റെ ടേസ്റ്റൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചൊരു വലിപ്പം കൂടിയതാണ്. ഇനിയിപ്പോൾ നല്ല നീളത്തിൽ കുറച്ച് അധികം മണ്ണല്ലാത്ത മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അത് ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള കാണിച്ചു എന്നേ ഉള്ളൂ.
പിന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വെള്ള കളർ ഒരു പകുതി സ്റ്റേജ് ആവുന്നുണ്ടല്ലോ, പഞ്ചസാര വെള്ള കളറിലായി ആ ഒരു സമയത്ത് ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ഇതങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവുക. ഇതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരമൽ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാണുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടിക്കടലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മിഠായി പോലെയൊക്കെ തോന്നുമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ആ ടേസ്റ്റ് അല്ല, പക്ഷേ ഏകദേശം അതുപോലെ തോന്നുന്ന ഒരു ചെറിയൊരു മിഠായി ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയായിരിക്കും. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതോടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്